എൻ ജീവിതമാം ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ. അപ്പൊ കൂട്ടുകാരെ, നമ്മളൊരു യാത്ര പോവാണ്. ആരുമായിട്ടാണെന്നറിയില്ലേ? ദേണ്ട കുറെ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ട്. ആശ്രമത്തിലെ അപ്പച്ചന്മാരും അമ്മച്ചിമാരുമായിട്ടുള്ളൊരു യാത്രയാണ്. എല്ലാവർക്കും യാത്രയിലേക്ക് സ്വാഗതമുണ്ട്. അങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഈ വണ്ടി വരണം, കയറണം, പോണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യാത്രക്കാർ. ആ, എല്ലാവരും നല്ല ഐശ്വര്യമായിട്ട് ചിരിച്ചേ നോക്കട്ടെ. നാട്ടുകാർ കാണാനുള്ളതാണ്. യെസ്, കൊള്ളാം കൊള്ളാം കൊള്ളാം. ആ, എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളായിട്ടുണ്ട് കേട്ടാ. വെരി ഗുഡ്. ഇത് കാണുന്നത് എവിടെയെന്ന് അറിയാമോ? തെക്കൻ കുരിശുമല, വെള്ളറടയുടെ തെക്കൻ കുരിശുമലയാണ്. ഇപ്പം നമ്മളിപ്പോൾ യാത്ര പുറപ്പെടുന്നത് ഈ കിളിയൂരിലെ കരുണാസദൻ ആശ്രമത്തിൽ നിന്നുള്ള യാത്രയാണ്. ആശ്രമത്തിലെ തലമുതിർന്ന അച്ഛനാണ്. പിന്നെ ആശ്രമ കെട്ടിടമാണിത്. അപ്പം നമ്മളിങ്ങനെ യാത്ര ഉടനെ പുറപ്പെടും. അപ്പം ഇവിടുത്തെ രണ്ട് കൂട്ടുകാർ ആണ് ഇവര്. അച്ഛൻ്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരാണ്. അതെ, മൂന്ന് കൂട്ടുകാരാണ്. മൂന്ന് കൂട്ടുകാരാണ്. യെസ്, വരുന്ന വെച്ചാ പോയിട്ട്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ആശ്രമത്തിൻ്റെ ചുറ്റുവട്ടം കറങ്ങി പോകുന്നതല്ലേ ബുദ്ധി. ഇനി മുന്നേ ഞാൻ ഈ ആശ്രമം കാണിച്ചിട്ടുണ്ട്. കാണാത്തവർക്ക് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാഴ്ച ഉണ്ടാ. ഇതിൻ്റെ മൂട് തൊട്ട് വേര് മുതൽ ഉച്ച വരെ എന്നൊക്കെ പറഞ്ഞതുപോലെ പുളിഞ്ചിക്കൊക്കെ നിറച്ച് കാച്ചി നീങ്ങണ്ട. ഇതൊക്കെ ഇവരുടെ അധ്വാനമാണ്. സ്വയം പര്യാപ്തതയുടെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ ആശ്രമം. അങ്ങനെ ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ജീവികളുണ്ട്. പന്നി, താറാവ്, അങ്ങനെ കുറേ സംഗതികളുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ ഒക്കെ വളർത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പതിയെ പതിയെ നമുക്ക് യാത്ര ചെയ്യാം. യാത്ര പോകാനുള്ള സമയമായി. അതുകൊണ്ട് എല്ലാവരും റെഡിയായി വരണം. ആൾക്കാരൊക്കെ പയ്യം പിള്ളേരൊക്കെ റെഡി ആയിട്ടുണ്ട്. ഹാ. കണ്ടല്ലോ എന്തോരം കോഴികളാണ്. ഇവിടുത്തെ അന്തേവാസികളാണ് കേട്ടാ. എന്തോ വെറൈറ്റി കോഴികളാണ്. യെസ്. അപ്പോൾ ആശ്രമത്തിൻ്റെ അന്തേവാസികളാണ് ഇവരൊക്കെ. അപ്പോൾ നമ്മളെ യാത്ര മറക്കണ്ട. യാത്ര പോയി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഉടനെ നമ്മൾ യാത്ര ഇരിക്കുന്നതാണ്. ഇതിനിടയ്ക്ക് ഒരു കൊച്ചു മുയൽ കുഞ്ഞിനെ കണ്ടോ കേട്ടോ. കൊള്ളാലോ. എവിടെ പോട്ടെ? എവിടെ ഓടണം? വേർ നിക്കി ഓടല്ലേ. ചാടിപ്പോലെ പണിയിട്ടു. കണ്ട മുയൽക്കുഞ്ഞനാണേ. പുറത്ത് ചാടിയ എനിക്ക് പണിയാവും. കണ്ട മുയൽക്കുഞ്ഞൻ കലക്കിയിട്ടല്ലോ. കണ്ടാ, എല്ലാം മയക്കത്തിലാണ്. പറഞ്ഞിട്ടാണ് എടുക്കാതെന്ന് പറയുന്നത് കേട്ടോ. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ? വയസ്സനായതുണ്ടോ ഇല്ല മക്കളെ? അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ
ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പുതിയ കഴിക്കാനുള്ളതാ? ആ യാ അതെ തന്നെ, ചോദിച്ചാലോ. പാട്ടൊക്കെ പാടില്ലേ വണ്ടിയിൽ നിന്ന്? ആ, വണ്ടിയിൽ നിന്ന് പാടാം അല്ലേ, ആരോഗ്യം കളയണ്ട അല്ലേ, അങ്ങനെയല്ലേ? ആ, സഖാക്കളൊക്കെ ഉണ്ടല്ലോ. ആ, വണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പച്ചന്മാരും അമ്മച്ചിമാരും കൂട്ടുകാരൊക്കെ കയറിയാൽ നമ്മുടെ യാത്ര തുടരാം. പ്രാർത്ഥിക്കോ അച്ഛനിച്ച് തണുപ്പ് കൊടുക്കാറുണ്ട്. കത്തിരിക്ക് വാങ്ങിച്ചു കൊടുക്കാം. ശുദ്ധാത്മാവേ നീഴും നള്ളി വരണമേ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അപ്പോൾ നമ്മൾ എവിടെ എത്തി? നെയ്യാർ ഡാമിൽ എത്തിയിട്ടുണ്ട്. നെയ്യാർ ഡാമിലെ വിശേഷങ്ങളാണ്, നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരായിട്ടുള്ള യാത്രയുടെ ഭാഗങ്ങളാണ് ഇതൊക്കെ. നല്ല മഴ പെയ്തു, വേനൽ മഴ അങ്ങനെ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് കാഴ്ചകളെന്ന് കാണാം. ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്? ഡാം ടോപ്പ്, പ്രോജക്റ്റ് ഹൗസ്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ഓഫീസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, റിസോർട്ട് ഹാള്, ഗാർഡൻ, പബ്ലിക് ടോയ്ലറ്റ്, സ്വിമ്മിംഗ് പൂള്, ചിൽഡ്രൻസ് പാർക്ക്, ഫോറസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ, പവലിയൻ, അക്വേറിയം. സൂചനാ ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക.
റിസോർട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസ് ഗാർഡൻ. പൂ പറിക്കരുത്, പ്രതിമകളിൽ തുടരുത്. വിജനമാണ്, ആളൊന്നുമില്ല. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം തിരക്ക് കുറവാണ്. അപ്പച്ചന്മാരും അമ്മച്ചന്മാരും നല്ല സ്പീഡാണ്. അവരിത് പറന്ന് അവിടെ എത്തി. ഞാൻ ഈ കാഴ്ച പകർത്താനായിട്ടാണ് ഇച്ചിരി സ്ലോ ആയിപ്പോയത്. ആ അപ്പോൾ നെയ്യാർ ഡാമിലെ ഗാർഡൻ്റെ ഇതാണ്. അതെല്ലാം പ്രതികളാണേ. യെസ് ഇവിടെ ഒരു ആമ്പൽക്കുളമുണ്ട്. വാചകടി മാത്രമേ ഉള്ളൂ, വലിയ വൃത്തി പോരാ. കേരള ടൂറിസമാണേ. നമ്മുടെ ടൂറിസം മന്ത്രി ഇതൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു കേട്ടാ. അത്ര അങ്ങോട്ട് പോരാ, അത്ര അങ്ങോട്ട് പോരാട്ടാ. പുലി കടിക്കുവോ? ഇല്ല അല്ലേ? ആ മെമ്പറെ മുഖമൊക്കെ കാണിച്ചോളണം, കണ്ടില്ല എന്ന് പറയരുത്. അതെ നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. യെസ് അപ്പോ അപ്പച്ചന്മാർക്ക് സ്പീഡ് കുറവാണ്, വയസ്സായില്ലേ, അതുകൊണ്ടാണ്. പഠിക്കട്ടുണ്ട്. ഇതേ കാണുന്നതാണ് ഡാം. വേനൽക്കാലമല്ലേ, വെള്ളം കുറവാണ്. നമ്മുടെ കാട്ടാക്കട ഡാം നെയ്യാർ ഡാമിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അവിടുത്തെ കൊച്ചു കൊച്ചു കാഴ്ചകളും ഒക്കെയാണ്. ഒന്നുമില്ലായ്മേ
വേളിയൂർ കരുണാസദനത്തിലെ അന്തേവാസികൾക്കൊപ്പമാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. അനേക ദിവസത്തെ ഷീജയുടെ കഠിനമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ ഒരു പ്രോഗ്രാം നമുക്കിന്ന് ക്രമീകരിക്കാനായി ദൈവം അനുഗ്രഹിച്ചത്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിങ്ങളിൽ ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ്. നമ്മുടെ വിശിഷ്ട അതിഥി കടന്നു വന്നിരിക്കുന്നത് ശ്രീ ബാലകൃഷ്ണൻ സാറാണ്. സാറിനെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ഈ ഗ്രൂപ്പിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ സാറിനെ അറിയാം. നമ്മുടെ അനേകം പ്രോഗ്രാമുകളിൽ സാർ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്ന് സാറിനെ ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് നമ്മുടെ കരുണാസദനത്തിലെ അച്ഛനായിരിക്കുന്ന ബെന്നി അച്ഛനാണ്. അച്ഛനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നമ്മൾ സ്ഥിരം കാണുന്നൊരു വ്യക്തിയാണ്. ഇവർക്കെല്ലാം വേണ്ടുന്ന നേതൃത്വം നൽകി ഇവരെ നേരായ രീതിയിൽ ആ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്ന രണ്ടുപേരിൽ ഒരാളാണ് ബെന്നി അച്ഛൻ. അച്ഛനെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യാം. അടുത്തതായിട്ട് നമുക്കെല്ലാം സുപരിചിതനും നമ്മുടെ നാട്ടുകാർ ശ്രീ തോമസ് സാറാണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. അറിയാം, നമ്മുടെ പ്രിയ കൂട്ടുകാരി സോണിയയുടെ അച്ഛനാണ്. സാറിൻ്റെ മൂത്ത മകനും ഞാൻ ഒരുമിച്ചാണ് പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് വളരെ കുഞ്ഞിലെ തന്നെ നന്നായിട്ട് അറിയാം. എന്തായാലും സാറും നമ്മളോടൊപ്പം എല്ലാ പ്രോഗ്രാമിനും കൃത്യമായി പങ്കെടുക്കുകയും വേണ്ടുന്ന നിർദ്ദേശമൊക്കെ നൽകുന്നുണ്ട്. സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഷീജയ്ക്കാണ്. നമുക്കറിയാം, ഷീജയാണ് ഈ പ്രോഗ്രാമിൻ്റെ നെടുന്തൂൺ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടുന്ന ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ മാസവും ക്രമീകരിക്കുന്നത് ഷീജയാണ്. നമ്മളൊക്കെ അതിൻ്റെ വളരെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ്. നമ്മളൊരു ടീമുണ്ട്, എങ്കിലും ഷീജയാണ് ശക്തമായി എല്ലാ പ്രോഗ്രാമും അറേഞ്ച് ചെയ്യുന്നതും അതിനു വേണ്ടുന്ന ക്യാഷും മറ്റു കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നതും ഷീജയാണ്. നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ, പക്ഷെ അത് ഈ പ്രോഗ്രാമിന് ഒന്നും ആകത്തില്ല. നമുക്ക് തന്നെ അറിയാം, വളരെയധികം എല്ലാ മാസവും ഇവർക്ക് ഭക്ഷണം കൊടുക്കുവാനും ഇവരുടെ കാര്യങ്ങളൊക്കെ വന്ന് അന്വേഷിക്കുന്നതിനും ഷീജ കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മനസ്സിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷിജയോടൊപ്പം തന്നെ ഷിജയുടെ 2 സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും നമ്മുടെ ഈ ഗ്രൂപ്പിലെ അംഗമാണ്. നമ്മുടെ ഗ്രൂപ്പിലേക്ക് വേണ്ടി നല്ല രീതിയിൽ അവർ സംഭാവനകൾ നൽകുന്നവരാണ്. അവരെയും വ്യക്തിപരമായും നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പേരിലും ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൻ്റെ ചെയർപേഴ്സൺ ഇവിടെ ഇരിപ്പുണ്ട്, പിന്നെ സിൽവി ചേച്ചി, കലച്ചേച്ചി, പാർട്ടിയുടെ ഒരുപാട് പേരുണ്ട്. എനിക്ക് ബാക്കിയുള്ളവരെയൊന്നും ഓരോരുത്തരായിട്ട് പറയാൻ സമയമില്ല. എങ്കിലും എല്ലാ കുഞ്ഞു മക്കളെയും, എല്ലാ ചേച്ചിമാരെയും, എല്ലാ ചേട്ടന്മാരെയും, എൻ്റെ സഹോദരങ്ങളെയും, പ്രത്യേകിച്ച് നമ്മുടെ ഈ കരുണാസദനത്തിലുള്ള എല്ലാ അന്തേവാസികളെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഷാബിയെയും പ്രത്യേകിച്ച് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനം നമുക്ക് ആസ്വദിക്കാം. വരവിനാൽ കാത്തിരിപ്പൂ നിന്നാമമൊന്നോടെ കേൾക്കുവാനായി ആശയോടെന്നും ഞാൻ കാത്തിരിപ്പൂ. എൻ ജീവിതമാം ഈ മരക്കൊമ്പിൽ
നിന്റെ വരവിനായി കാത്തിരിപ്പൂ. കഥനം തെങ്ങുമൻ കൂടരമാതുക്കൽ കരുണതൻ കടാക്ഷമായി വന്ദനയോ. പങ്കില നിമിഷങ്ങൾ മറന്നിടഞ്ഞാണീ ചാരേ വരൂ വിരുന്നൊരുക്കാം നിനക്കായി വിരുന്നൊരുക്കാം എൻ ജീവിതമാം ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ. സ്വാർത്ഥത പുകയും ഈ മരുഭൂമിയിൽ കൈമുതൽ മുഴുവൻ ഞാൻ പങ്കുവയ്ക്കാം. കൈവിരൽ തുമ്പൊന്ന് നീട്ടി നീളുടെ അന്ധതയെല്ലാം അകറ്റുകില്ലേ ഇന്നേ അകറ്റുകില്ലേ എൻ ജീവിതമാം ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ. എന്നാമൊന്നു നീ വിളിക്കുവാനായി ആശയോടെന്നും ഞാൻ കാത്തിരിപ്പൂ. എൻ ജീവിതമാം ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ. എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള സ്നേഹമുള്ള ബാലകൃഷ്ണ സാറ്. അപ്പോൾ ഞാനത് പറയേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തിരുവനന്തപുരം ജില്ലയുടെ പാർട്ടിയേക്കാൾ ഏറെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ബാലുവണ്ണനെ ഞാൻ രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചോളൂ. ആദരണീയനും ബഹുമാന്യനുമായിട്ടുള്ള ഫാദർ ബെന്യാവറുകൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മത വ്യക്തിത്വങ്ങളെ, അതിലുപരി ശ്രീമതി ശ്രീജ, കൊച്ചുമക്കളെ, ഞാൻ ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഒരു മൂന്നാമത്തെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. ആദ്യം കരുണാലയത്തിൽ തന്നെ ആ തിരുസന്നിധിയിലും അതിനുശേഷം ശ്രീജയുടെ വളരെ ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ ഹാളിനകത്തും പങ്കെടുത്തു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ശ്രീജ എന്നെ സൂചിപ്പിക്കേണ്ട ഇങ്ങനെ ഒരു പരിപാടി. ശരിക്കും ഇന്നലെ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞ് വളരെ വൈകിയാണ് വീട്ടിൽ വന്നത്. രാവിലെ ചാറ്റൽ മഴ. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഉചിതമല്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ചാറ്റൽ മഴയായാലും കൃത്യമായിട്ട് എൻ്റെ ഒരു കൊച്ചനിയത്തിയാണ്, എൻ്റെ അയൽവാസിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ശരി പുതിയ രണ്ടാളുകളെ കൂടെ പരിചയപ്പെടുത്തി. RCC എന്ന് പറയുന്ന ആ സ്ഥലമാണ് RCC, അങ്ങനെ തന്നെ പറയണം. കാരണം ഈ കേരളത്തിനകത്ത് ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി വ്യാപിച്ചു അവിടെ വരുമ്പോൾ അതിനകത്ത് ലാഭേച്ഛയില്ലാതെ സർക്കാർ സേവനമാണെങ്കിലും ഒരു കൂട്ടം ആളുകളുടെ നല്ല മനസ്സുകൊണ്ട്
ഒരുപാട് ജീവൻ രക്ഷിക്കപ്പെടുന്നു. 2017 ട്രീറ്റ്മെന്റ് തുടങ്ങി ഞാനും അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കിപ്പോ ഒരുപക്ഷെ അങ്ങനെയുള്ള അസുഖമൊക്കെ കേൾക്കുമ്പോൾ വളരെ പേടിയായിരിക്കും. പക്ഷെ RCCയിൽ ഇവിടെ ഇന്നെ പരിചയപ്പെടുത്തിയ ഒരു സഹോദരിയും ശ്രീജയെ പോലെയുള്ള മനസ്സുള്ള ആളുകൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡോക്ടറെ എന്തോ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഇന്ന് കരുണാലയത്തിലെ എൻ്റെ അമ്മാവന്മാരെ അല്ലെങ്കിൽ അപ്പൂപ്പന്മാര് നമ്മളിങ്ങനെ ആയിപ്പോയോ എന്ന് ചിന്തിക്കുകയുണ്ടായിരിക്കും. ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് 2025 മാർച്ച് 2. 2025 തുടങ്ങി 3-ാം മാസം പിന്നിടുമ്പോൾ ദൃശ്യമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും നമ്മളൊന്ന് കണ്ണോട്ടിച്ചു കഴിഞ്ഞാൽ ഈ 2 മാസം കൊണ്ടുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ നമ്മള് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മള് മക്കൾക്ക് ജന്മം കൊടുത്ത് ആ മക്കള് ഇന്ന് വൃദ്ധസദനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. പക്ഷെ ഈ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ ആരെങ്കിലും വായിച്ചു കാണും. കഴിഞ്ഞ 8-9 വർഷമായി ഒരു പിതാവ് വിദേശത്താണ്. എന്തിനാ അദ്ദേഹം വിദേശത്ത് പോയത്? അദ്ദേഹത്തിന്റെ 3 മക്കള്, ഭാര്യ മാതാവെല്ലാം വളരെ ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടു കൂടി നാട്ടിൽ ജീവിക്കാം. അദ്ദേഹം ആ വെയിലത്ത് പണിയെടുക്കാൻ വേണ്ടി പോയി. അദ്ദേഹം അയച്ചു കൊടുക്കുന്നതായിട്ടുള്ള കാശ് ഒരു 10-21 വയസ്സായ മകന് തികയുന്നു. കണ്ടില്ലേ നമ്മള് 4 പേരെ ഘോരമായിട്ട് ജന്മം കൊടുത്ത മാതാവിന്റെ മാതാവിനെ, സ്വന്തം അനിയനെ എന്തായിരുന്നു അമിതമായി ആഡംബര ജീവിതം നടത്തി ഏകദേശം 65 ലക്ഷം രൂപ വരെ കടമുണ്ടാക്കി ആർഭാട ജീവിതവും ആർഭാട വാഹനങ്ങളും വാങ്ങി പിതാവിന്റെയും മാതാവിന്റെയും ദുഃഖമറിയാതെ താൻ മറ്റെന്തോ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ചെയ്ത ദ്രോഹം. നമ്മുടെ വെള്ളണ്ടയ്ക്ക് സമീപമായിട്ട് ആര്യനാടിന് ഭാഗമായിട്ട് 18 വയസ്സായ ഒരു കുട്ടി അമ്മയോട് മയക്കുമരുന്നിന് പൈസ ചോദിക്കും. പണം കൊടുക്കാത്തത് കൊണ്ട് അമ്മയെ കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തും. നമ്മുടെ നാട് വളരെ വേദനയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇന്ന് സുഖമായിട്ട് ഒരുപക്ഷെ ജന്മം കൊടുത്ത മക്കളോ കെട്ടിയ ഭാര്യയോ അടുത്തില്ല എങ്കിലും ഷീജയെ പോലെ ഇവിടുത്തെ ആദരണീയനായിട്ടുള്ള ഫാദറിനെ പോലെയുള്ള ഒരു കൂട്ടം ആളുകളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കും. ഞാന് 2008 ഞാൻ തൂങ്ങാമ്പാറ 2005 മെമ്പറായി. 2008 മാറനല്ലൂർ PHSC അടുത്ത് ഒരു വയസ്സായ അമ്മാവനും ഒരു അമ്മച്ചി ദിവസങ്ങളോളം അവിടെ ഒരു വരാന്തയിൽ താമസിക്കുകയായിരുന്നു. അവിടെ ഈ PHSC അടുത്ത് ഒരു പുറമ്പോക്ക് ഭൂമിയിൽ ഒരു ടാർപ്പാളെല്ലാം മറച്ചു കെട്ടി അവിടുത്തെ നാട്ടുകാർ അവരെ അവിടെ താമസിച്ചു. അവർ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്ന് വന്നതാണ്. അവരുടെ വീട് പോലും അവർക്ക് അറിയില്ല. ആരോ കൊണ്ട് ഇറക്കിയിട്ട് പോയത്. അങ്ങനെ ഒരു ദിവസം ആ വയസ്സായ അമ്മ അവർക്ക് പെട്ടെന്ന് അസുഖമായി PHSC കൊണ്ടുപോയി മരുന്നെല്ലാം വാങ്ങിച്ചിട്ട് നാട്ടുകാരെല്ലാവരും പറഞ്ഞു ഇവരെ ഇനി ഇവിടെ നിർത്തുന്നത് ശരിയല്ല, ഒറ്റയ്ക്ക്. അങ്ങനെ എൻ്റെ കൂടെ 2-3 ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 2008 ഞാൻ ഒരു വണ്ടിയെല്ലാം പിടിച്ചവരെ തിരുവനന്തപുരത്ത് ചാക്കയിലെ സർക്കാരിന്റെ കീഴിലുള്ള ഒരു അനാഥാലയത്തിൽ
ഉണ്ടാക്കി. അന്ന് അവിടെ പോയപ്പോൾ അവിടുത്തെ അധികാരികൾ പറഞ്ഞത് ഒരു കത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗമെന്നുള്ള നിലയിൽ എന്റെ ഒരു കത്ത് കൊടുത്ത് അവരെ അവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു. അതിനുശേഷം ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ, നാളത്തെ IAS IPS പോലുള്ള നല്ല ഉന്നത പദവികളിലേക്ക് എത്തുവാൻ, അങ്ങനെ എത്തി കഠിനാധ്വാനം ചെയ്തെത്തി അതിൽ നിന്നും കിട്ടുന്ന കാശ്, നിങ്ങളുടെ ഈ ശ്രീജ ആന്റി കാണിക്കുന്നത് പോലെ ഒരു മനസ്സ്, ഇതുപോലെ പാവങ്ങളെ സഹായിക്കുവാൻ അതിനുള്ള ശക്തിയും ബുദ്ധിയും നിങ്ങൾക്കും ജഗദീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, തീർച്ചയായിട്ടും എല്ലാവരുടെയും ഇവിടെയുള്ള എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും, എന്റെ പ്രാർത്ഥന നിങ്ങൾക്കുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാന്യമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഇവിടെ എത്തിയതുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളെ കാണുവാൻ, നിങ്ങളോടൊപ്പം പങ്കിടുവാൻ, നിങ്ങളുമായി ഒരുമിച്ച് ചായ കുടിക്കുവാനൊക്കെ എനിക്കും ജഗദീശ്വരൻ അനുഗ്രഹം തന്നതിൽ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷമെന്നത് വലിയ MPയും MLAയും മന്ത്രിമാരും ഒക്കെ ഇരിക്കുന്ന വേദിയിൽ ഇരിക്കുന്നതിനേക്കാളും ഒരു വലിയ സുഖമാണ് ഇങ്ങനെ കിട്ടുന്ന വേദികൾ പൊതുപ്രവർത്തകർക്ക്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ രാവിലെ വിളിച്ചപ്പോൾ ഇരിക്കുന്ന പഞ്ചായത്തിന്റെ 1-2 പരിപാടികളുണ്ട്, പക്ഷെ കൃത്യമായിട്ട് ഞാൻ എത്തും, പരിപാടി എന്നെ കാത്തിരിക്കേണ്ട, നടക്കട്ടെ, ഞാൻ എത്തിക്കോളൂ, അവർ പോകുന്നതിന് മുമ്പ് എത്തുമെന്ന് പറഞ്ഞു. ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും വലിയൊരു വേദി, ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കിടുന്ന ഒരു ദിനം. അതിന് അവരും നമുക്കൊപ്പം, കഴിഞ്ഞ പ്രാവശ്യവും പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ താല്പര്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നു, ഭാനുമതി ചേച്ചി വേറൊരു ആശയത്തിൽ വിശ്വസിക്കുന്നു. പക്ഷെ അദ്ദേഹം അവരെയും കൂടെ കൂട്ടിക്കൊണ്ടു വന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മനസ്സ് ഉള്ളത് കൊണ്ടാണ്. ചേച്ചി എനിക്കറിയാം, ചേച്ചിയുടെ ബന്ധുക്കളെല്ലാം എന്റെ അരുമാളൂർ എന്റെ വാർഡിലാണ് താമസിക്കുന്നത്. ആശയങ്ങളും എല്ലാം വേറെയാണെങ്കിലും അവരെല്ലാം വ്യക്തിപരമായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ല ബന്ധം ചേച്ചിയുടെ അനിയത്തിമാരും ചേച്ചിമാരുമായിട്ടൊക്കെ എനിക്കുമുണ്ട്. ഒരു നല്ല കുടുംബ ബന്ധം പുലർത്തി പോകുന്ന ഒരാളാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സാൻമതി ചേച്ചി. അവർ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുള്ള വലിയ സന്തോഷം. അപ്പൊ നിങ്ങൾ ഒരിക്കൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചു, ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും, നിങ്ങൾ വിളിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ വാക്ക് പാലിച്ചുകൊണ്ട് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിനും ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും അവർക്ക് രണ്ടുപേർക്കും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിനെല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊരു മെസ്സേജ് തന്നതാണ് നമ്മുടെ ശ്രീമാർ സാറ്, പ്രസിഡന്റ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിങ്ങളുടെ ഏത് പ്രോഗ്രാമിനും ഞാൻ എത്തുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ഈ ഒരു പ്രോഗ്രാം വയ്ക്കുന്നത് മനസ്സിൽ തോന്നി. ഇത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുന്നിൽ ആദ്യമായിട്ട് വന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് സാറാണ്. അപ്പോൾ സാറ് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ തന്നെ 3-4 പ്രോഗ്രാം ഉണ്ട്. അത് പോയിട്ട് ഇപ്പോഴത്തെ ഒന്ന് സൺഡേ ആണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒത്തിരി പ്രോഗ്രാമുകൾ ഉള്ള ഒരു ദിവസമാണ്. പക്ഷെ അതെല്ലാം മാറ്റിയിട്ട് ആ ഉള്ള ഇടയ്ക്ക് ഓടിപ്പാഞ്ഞ് വന്ന് നമ്മളോടൊപ്പം ആയിരിക്കുവാൻ കാണിച്ച സാറിന്റെ മനസ്സിന് ഒരുപാട് നന്ദി. നമ്മുടെ പ്രാർത്ഥനയിൽ സാറിനെ ഓർക്കുക. അതോടൊപ്പം തന്നെ സാറിനെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹബഹുമാനമുള്ള ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഏറെ ബഹുമാനായിട്ടുള്ള എൻ്റെ സുഹൃത്തും ജ്യേഷ്ഠനും കൂടിയായിട്ടുള്ള ശ്രീ തൂങ്ങാമറ ബാലകൃഷ്ണ ചേട്ടൻ, അതുവഴി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാനായിട്ടുള്ള ഫാദർ, നമ്മുടെ തോമസ് ചേട്ടൻ, പേരെനിക്ക് പരിചയമില്ല, അച്ഛനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊന്നും കണ്ടു. പിന്നെ ഏറെ ബഹുമാനായിട്ടുള്ള നമ്മുടെ ശ്രീജ, അതുപോലെ നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഇപ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ സാനുമതി അവർകൾ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കരുണാലയത്തിൽ താമസിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളെ, ഇവിടെ എത്തിയിരിക്കുന്ന അവരുടെ ബന്ധുക്കളെ ഉണ്ടോ? ഇല്ല, സോഷ്യൽ വർക്കേഴ്സ്, ഇവിടെ എത്തിയിരിക്കുന്ന
അമ്മമാരെ, ഗുരുജനങ്ങളെ, സഹോദരിമാരെ, കൊച്ചുമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സാധനമായി നമസ്കാരം. വളരെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ കരുണാലയത്തിൽ താമസിക്കുന്നവര് കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ അതിന്റെ പുറകിലോട്ടിരിക്കുന്ന കുറച്ച് കൊച്ചു കുട്ടികളെ കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെ റയറായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ആണ്. നന്നായിരിക്കട്ടെ. ഞാന് ആദ്യമേ തന്നെ ക്ഷമാപണം നടത്തുകയാണ്. കാരണം ഞാൻ 11 മണിക്കകത്ത് എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ശകലം ലേറ്റായി പോയി. കാരണം എൻ്റെ വാർഡിനകത്ത് വയോജനങ്ങളുടെ സംഗമം നടക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളെ, ഒരു വാർഡിൽ 100 കുടുംബങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസത്തെ വയോജന സംഗമം നടക്കുകയാണ്. രാവിലെ 10 മണിക്ക് അവരെ അതാത് വാർഡുകളിലെ ഹാളുകളിൽ കൊണ്ടുവരിക. രാവിലെ ചായ കൊടുത്ത് നമ്മൾ അവരെ മനസ്സിന് ഉല്ലാസം കിട്ടുന്ന രീതിയിലുള്ള ഒരു ബൈജു സൈമൺ എന്ന് പറയുന്ന ഒരു സാറാണ് ക്ലാസ് എടുക്കുക. ക്ലാസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. അവിടെ നടക്കുന്നത് ഒന്ന് ചിരിച്ചാലോ? നിങ്ങൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ. അങ്ങനെ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും. മനസ്സിനൊരു സന്തോഷം ഒരു 10 മിനിറ്റെങ്കിലും മനസ്സിനെ സന്തോഷിപ്പിക്കാൻ പറ്റിയാൽ ആയുസിന്റെ ചെറിയ കണികൾ നമുക്ക് മേപ്പോട്ട് അല്ലേ? ഒരു ചെറിയ, ഒരുപാടൊന്നും വേണ്ട, ചെറിയ ഒരു കണികയോടെ നമുക്ക് മേപ്പോട്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് ഞങ്ങള് ഈ ഉച്ചവരെ ഉള്ള സെക്ഷൻ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത്. അവരെ കൊണ്ട് കസേര ചുറ്റിക്കും, ബിസ്ക്കറ്റ് കഴിപ്പിക്കും, സ്പൂണിൽ നാരങ്ങ വെച്ച് ഒട്ടിക്കും, മെഴുകുതിരി കത്തിക്കും, ഡാൻസ് കളിപ്പിക്കും. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ആണ് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുക. ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കൊടുത്തതിന് ശേഷം എല്ലാവർക്കും, ആ 100 പേർക്കും ചെറിയൊരു സമ്മാനം കൊടുക്കും. ഒരാളെ, ഈ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ട്, കൊച്ചു പിള്ളേരുടെ സ്വഭാവം. ഒരാൾക്ക് ഒന്ന് കൊടുത്താൽ മറ്റേ ആൾക്ക് കൊടുത്തില്ലെങ്കിൽ പണം. അല്ലേ? കൊച്ചു കുട്ടികളാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാൾക്ക് ഒരു സാധനം കൊടുത്താൽ മറ്റേ ആൾക്കും കൊടുക്കും, ഇല്ലെങ്കിൽ ഉടനെ പിണക്കമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ചെറിയൊരു സമ്മാനമായിരുന്നാലും മത്സരിക്കുന്നവർക്കും മത്സരിക്കാത്തവർക്കും പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മളത് കൊടുക്കും. അങ്ങനെ ഒരു 2 പ്രോഗ്രാം ഇന്ന് നടക്കുന്നു. ആ പ്രോഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറ്റും? ഇല്ല. അപ്പൊ അവിടെ വന്നിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ 60 വയസ്സ് കഴിഞ്ഞ ആളുകളായതുകൊണ്ട് അവർക്ക് അവരുടേതായ കുറച്ച് കാര്യങ്ങളിൽ പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റൂ. അതുകൊണ്ടാണ് ലേറ്റായത്. എന്റെ പഞ്ചായത്തിനകത്തുള്ള ഒരാളിവിടെ നിങ്ങളുടെ സദനത്തിലുണ്ട്, ഈ പഞ്ചായത്തിലുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ ഞങ്ങളുടെ ഭരണസമിതി 2021 വന്ന സമയത്തൊക്കെ VSDPയുടെ ചുമതലയോടുകൂടി നമ്മുടെ പഞ്ചായത്തിനകത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് എന്തോ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് പുള്ളിക്കാരൻ കടക്കുകയും എന്താണെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ മാനസിക വിഭ്രാന്തി പറ്റിപ്പോയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് കല്യാണം കഴിച്ച് പിള്ളേരായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ അച്ഛനമ്മമാരും പറയുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഞാൻ എന്റെ പിള്ളേർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അല്ലേ? പിള്ളേർക്ക് വേണ്ടി ജീവിതം തുടങ്ങുന്ന സമയത്ത് പെൺകുച്ചാണെങ്കിൽ അച്ഛനും അമ്മയും കൂടെ മത്സരിച്ചാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്നത്. കെട്ടിച്ചു വിടണം അല്ലേ? ഋതുമതി ആയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ വേവാണ്. എങ്ങനെയും മോളെ കെട്ടിച്ചു വിടണം എന്നുള്ള ഓട്ടമാണ്. ഈ ഓടി പഠിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി ഒരാളെ കൂടെ കെട്ടിച്ചു വിടുകയോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുവരികയോ ചെയ്തു കഴിഞ്ഞാൽ ബാധ്യത. അപ്പോഴേക്ക് എന്ത് ചെയ്യും? അപ്പോഴേക്ക് 65 വയസ്സ് കഴിയും. പിന്നെ 65 വയസ്സ് കഴിഞ്ഞാല്
പിന്നെ നമ്മൾ പോയി പറയും അമ്മേ അല്ലെങ്കിൽ മാമി നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോയാലോ. ഓ ഞാൻ ഇനിയിപ്പം വരുന്നൊന്നുമില്ല, ഞാൻ ഇനി കാര്യം നീട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും, ഇനി ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, മുകളിലോട്ട് പോകാം. അല്ലേ? 65 വയസ്സ് കഴിഞ്ഞാൽ പറയുന്ന ഒരൊറ്റ കാര്യം എല്ലാരും പറയുന്നത്, ഞാൻ ഇനിയിപ്പോ എന്താ, ഞാൻ 65 വയസ്സായില്ലേ, എനിക്ക് ഇനിയിപ്പോ അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനൊന്നും മതി, എനിക്ക് ഇനി ഒറ്റ കാരണമേ ഉള്ളൂ, മുകളിലോട്ട് പോയാൽ മതി എന്നുള്ള ചിന്താഗതിയാണ് 65 വയസ്സ് വരെ ഓടി കടന്നതിന് ശേഷം. എന്നാല് നിങ്ങൾ 65 വയസ്സ് വരെ ഓടിക്കളന്ന് മക്കളെ ഒരു ലെവലിലേക്ക് ആക്കി കഴിയുമ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പാഴ് വസ്തുവായി മാറുകയാണ്. എവിടെയെങ്കിലും മാറ്റി വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സേഫായി വീട്ടിന്റെ ഏതെങ്കിലും കോണിലേക്ക് ഒതുക്കാൻ പറ്റുന്ന ഒരു ഉപകരണമായി അച്ഛനും അമ്മയും മാറുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ആ രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറെ മക്കൾ എന്ന് പറയുന്നത് ഒന്ന് ഇവിടുത്തെ ജീവിത സംവിധാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വിദേശ രാജ്യങ്ങളിലേക്ക് പിള്ളേരെല്ലാം കയറി പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു ചോദിച്ചാൽ എങ്ങനെയുണ്ട്, ഞാനിപ്പോ ലണ്ടനിലാണ്, അവിടെ ഞാൻ സെറ്റിലാണ്, അമ്മയോ അമ്മ നാട്ടിലുണ്ട്, അച്ഛനും അവരെ നോക്കാൻ അതൊരാളെ വച്ചിട്ടുണ്ട്. അതായത് നിങ്ങളൊരു വാർത്ത കണ്ടാന്ന് അറിയാൻ പാടില്ല, വീട്ടിൽ ജോലിക്ക് വെച്ചിരുന്ന ആള് അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ വന്നിരുന്നു, കണ്ടിരുന്നോ? മകൻ ജോലിക്ക് ആളെ വെച്ചു, വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. രാവിലെ വരിക, തുണി കഴുകുക, എല്ലാം ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യും. ആ സ്ത്രീ ഈ അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു മുമ്പ്, കണ്ടിരുന്നോന്ന് അറിയില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇവിടെ ഉള്ളവർക്കാണെങ്കിലും സമയമില്ല, അമ്മയെ നോക്കാൻ സമയമില്ല, അച്ഛനെ നോക്കാൻ സമയമില്ല, പഠിക്കണം, പിള്ളേരുടെ ബാക്കി കാര്യങ്ങൾ, പിള്ളേരെ പഠിപ്പിക്കണം, എനിക്ക് എന്റെ പിള്ളേരുടെ ഭാവിയാണ് വലുത്. അമ്മ ആരാ പറയും, മോളും ഒക്കെ പറയും എന്റെ പിള്ളേരുടെ ഭാവിയാണ് വലുത്, അമ്മ മാന്യം മര്യാദയ്ക്ക് അവിടെ എവിടെയെങ്കിലും ഒതുങ്ങി ജീവിച്ചു വേണം, എന്തെങ്കിലും വേണമെങ്കിൽ മാസം ചോദിച്ചാൽ തരാം. ഈ ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വയോജനങ്ങളുടെ മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത്, 65 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ ആരും ഇനി മക്കളെ സംരക്ഷിക്കാൻ പോകരുത്, മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി പോകരുത്. ഇനിയുള്ള ജീവിതം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന 2 സംഭവങ്ങളാണ്, അത് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. ഒന്ന് ജനനവും ഒന്ന് മരണവും. ഇല്ലേ? മരണം സംഭവിക്കാൻ പോകും. ഞാൻ വരും ഇല്ല, എനിക്ക് ഒരു 150 വർഷം കൂടെ ജീവിച്ചിട്ടേ ഞാൻ മരണുള്ളൂ, ഞാൻ വരും പറയൂ. ഞാൻ ഇന്ന് വരില്ല, ഞാൻ നാളെ വരുള്ളൂ എന്ന് പറയും. ഇല്ല, ഇത് രണ്ടും സംഭവിക്കുന്നതാണ്. മരണവും സംഭവിക്കും, ജനനവും സംഭവിക്കും. ഇത് രണ്ടും അത്യന്താപേക്ഷിതമായി സംഭവിക്കുന്നതാണ്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയമാണ് ജീവിതത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത്. ആ ജീവിതമാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ ഓടി 65 വയസ്സ് വരെ തീർക്കുന്നത്. ഇനിയുള്ള ജീവിതം മൊത്തം ഞാൻ വയോജനങ്ങളോട് പറയും, നിങ്ങൾ ആരും 10 പൈസ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കും. നിങ്ങൾ തൊഴിലുറപ്പ് കിട്ടുന്ന പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ രാവിലെ ഇവിടുന്ന് ഉറക്കം ഒഴിച്ചിട്ട് നേരെ എവിടെ പോകണം? ഒന്നേൽ ആറ്റിയാൽ ക്ഷേത്രത്തിൽ പോകണം, ഒന്ന് തൊഴാൻ വേണ്ടി പോകണം. ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ വെട്ടുകാട് പള്ളിയിൽ പോകണം. വെട്ടുകാട് പള്ളിയിൽ പോയി അതിനകത്ത് കയറി ഒരു ദിവസം ഇരുന്ന പോലും മടുക്കില്ല. നല്ല ഒരു സൈലൻസ് പ്ലേസ് ആണ്. അവിടെ പോകണം. അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കും, മനസ്സിനൊന്ന് സുഖം കിട്ടട്ടെ, സമാധാനം കിട്ടട്ടെ, പ്രാർത്ഥിച്ചു. അല്ലാതെ കിട്ടുന്ന പൈസ മൊത്തം തൊഴിലുറപ്പിന്റെ പൈസ വന്നു അമ്മേ, വന്നു, മോന് ബാഗ് മാറ്റില്ല അമ്മേ, അല്ലെങ്കിൽ വീട്ടിൽ അരി മാറ്റില്ല, എനിക്ക് ശമ്പളം കിട്ടിയില്ല, നേരെ കെട്ടിപ്പറക്കി കൊണ്ടുകൊടുക്കും, മോക്കം കൊണ്ടുകൊടുക്കും, തിരിച്ചു വരും. ഈ ഒരു പ്രവണതയാണ് നമ്മുടെ ആളുകളിൽ കാണുന്നത്. ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്, ഒരു പൈസ കൊടുക്കരുത് മക്കൾക്കൊന്നും, ഒരു പൈസ. ഈ 60 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങളുടെ മനസ്സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ചെലവഴിക്കണം എന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറയാറുള്ളത്. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിച്ച് പോകുന്നില്ല. പറഞ്ഞു പോയാൽ നമ്മൾ ഒരു ദിവസം വരെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റും. വർഷവും ബുദ്ധിമുട്ടും കൊടുത്ത് അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ വർഷം നിങ്ങൾ ഇവിടെ വന്നിരുന്നു. കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഞാൻ നിങ്ങളെ വന്ന് കണ്ടിരുന്നു. അപ്പൊ പുള്ളിക്കാരൊരു നല്ല അടിപൊളി ബനിയനൊക്കെ ഇട്ടുന്നതാണ് വന്നത്, അല്ലേ? നല്ലൊരു ടീഷർട്ടൊക്കെ ഇട്ടാണ് കഴിഞ്ഞ വർഷം വന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അന്ന് ബനിയനാണ് ഇട്ടിരുന്നത്. ശരിയാ, ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നാലും കൊള്ളാം കേട്ടോ. ഞാൻ ബഹുമാനായിട്ടുള്ള ശീല മേഡം ആക്കിയിരുന്നത് മലേഷ്യൻ ചേട്ടൻ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ, പുള്ളിക്കാരിയെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതെല്ലാം കൃത്യമായി എൻ്റെ മെമ്മറിയിലുണ്ട് കാര്യങ്ങളൊക്കെ.
അപ്പൊ ആ നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പോവുകയാണ്. നിങ്ങൾക്ക് ആരുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് ഒരു മകനോ മകളോ ഉണ്ട്, അവരാണ് നിങ്ങളെ ഉപേക്ഷിച്ചത് എങ്കിൽ ആയിരക്കണക്കിന് മകനും മകളും നിങ്ങൾക്കുണ്ട് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ആളുകളാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഏതൊരു സാഹചര്യവും ഒരുക്കി തരുവാൻ വേണ്ടി നമ്മൾ സജ്ജമാണ്. അതുകൊണ്ടാണ് എന്നെ വിളിച്ച ഉടനെ ഞാൻ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചെറിയൊരു ഹെൽപ്പ് ഇതുമായിട്ടാണ് വന്നത്. ഈ പ്രാവശ്യം ഞാൻ ചെറിയൊരു ഇതുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഓണം ഇതുപോലുള്ള കഴിഞ്ഞ ഈ ഓണത്തിന് ഓണമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ സീരിയസ് വിളിച്ചത്. നിങ്ങൾക്ക് ഓണ സദ്യ എന്തെങ്കിലും സംവിധാനം ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഓണത്തിന്റെ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് വയനാട് ദുരന്തം കൂടെ ആയതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം മുഴുവൻ ക്ലോസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഇനി അടുത്ത ഇതിന് എന്നെ വിളിച്ചെന്ന് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടുന്ന, അല്ലെങ്കിലും കുഴപ്പമില്ല, എന്താണെന്ന് ശരിയാണ്. എന്ന് വെച്ചാൽ ഞാൻ വേൾഡ് മലയാളി കൗൺസിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് 150 പേർക്ക് ഊന്നുവടിയും 150 പേർക്ക് കുടയും വൈദ്യങ്ങളായിട്ടുള്ളവർക്ക് വേൾഡ് മലയാളി കൗൺസിലിന്റെ സഹായത്തോടുകൂടി കൊടുത്തു. തിമിരത്തിന്റെ ആരംഭമുള്ള ആളുകൾക്ക് തിമിര ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു കൊടുത്തുകൊണ്ട് 1426 പേർക്ക് കണ്ണടകൾ വിതരണം ചെയ്തു. ഏകദേശം നല്ല ക്വാളിറ്റിയുള്ള കണ്ണടകളാണ്. അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മളിങ്ങനെ ഇവരുമായിട്ട് ഈ വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്നുകൊണ്ട് 26 ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ വീടുകൾ 26 എണ്ണം സൗജന്യമായി 6 ലക്ഷം രൂപ മുടക്കി സൗജന്യമായി 26 പേർക്ക് വയോജനങ്ങൾക്ക് ചെയ്തു കൊടുത്തു നമ്മുടെ പഞ്ചായത്ത്. ഇനിയും അത് 3 ലക്ഷം രൂപയുടെ കോൺട്രിബ്യൂഷൻ കൂടെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അവർ ചെയ്യാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. 3 ലക്ഷം രൂപ ചിറ്റിലപ്പള്ളിയും 3 ലക്ഷം രൂപ വെൽവിഷറി കോൺട്രിബ്യൂഷനും ചെയ്താൽ നമുക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഉണ്ട് എങ്കിൽ അപേക്ഷ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൊടുത്തിട്ട് അവിടെ 1-2 വീടുകൾ നമുക്ക് അങ്ങനെ സാധാരണപ്പെട്ട പാവങ്ങൾ ഉണ്ട് എങ്കിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെ നിൽക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ നമ്മൾ ജനപ്രതി എന്നുള്ള രീതി നേരത്തെ ബാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കടമ എന്ന് പറയുന്നതാണ് ഞങ്ങളിൽ ഏൽപ്പിച്ച വിശ്വാസത്തെ കളങ്കമില്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അങ്ങനെ തന്നെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പൊ തന്നെ ഞങ്ങൾ ഏകദേശം 186 കിടപ്പ് രോഗികൾ. അപ്പോൾ വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ അവർ മാത്രമല്ലല്ലോ, കിടക്കുന്ന രോഗികളുണ്ട്. കിടക്കുന്ന രോഗികൾക്ക് എല്ലാവർക്കും അവരുടെ വീടുകളിലേക്ക് കുട്ടിക്കും എല്ലാ വർഷവും സൗജന്യമായി ചെയ്തു കൊടുക്കും. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഒട്ടനവധിയായി ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കോർത്തിണക്കി കഴിഞ്ഞാൽ ഞാൻ ഫോൺ വിളിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ മാറ്റം വരുത്തിക്കുന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രസിന്റെ സംവിധാനം വേണമെങ്കിലോ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്ത് വരും. പൊതുവെ എൻ്റെ ഒരു നാട്ടുകാരൻ, എൻ്റെ ഒരു സുഹൃത്തുകൂടെ അതിനകത്തുള്ളത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ കരുണാലയത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു സന്തോഷം കുറച്ചുകൂടെ കാണും. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ പഞ്ചായത്തിനകത്തുള്ള ഒരു ഇതല്ലേ ആളല്ലേ. അദ്ദേഹത്തിന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു ചെറിയൊരു സാധനം ചെയ്യാൻ പറ്റിയാൽ അദ്ദേഹമുള്ള കരുണാലയത്തിൽ ഒരു 10 രൂപയെങ്കിലും കൊണ്ട് തരുമ്പോൾ അദ്ദേഹത്തിന് അതിന്റെ സന്തോഷം. അപ്പൊ അതുകൊണ്ട് അത് കുട്ടിക്കാരൻ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവും. നിങ്ങൾ ആരും മനസ്സിനെ വിഷമിക്കരുത്. മനസ്സ് വിഷമിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ജീവിതശൈലി രോഗങ്ങളൊന്നും കൂട്ടിവെക്കരുത്. നിങ്ങൾ എപ്പോഴും നല്ല എന്താ പറയേ ദൈവഭയമുള്ള ആളുകളായിട്ട് ജീവിക്കുക. അവിടെ എനിക്ക് ഫാദർ ഉള്ളിടത്തോളം കാലം പ്രയറൊക്കെ എപ്പോഴും നന്നായിട്ട് നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ദൈവത്തിൽ ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ പ്രണയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവ സന്നിധിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകണം. കരുണാലയത്തിൽ നല്ല കുട്ടികളായിട്ട് ഫാദർ പറയുന്ന അല്ലെങ്കിൽ കരുണാലയത്തിലെ ജീവനക്കാർ പറയുന്നത് കേട്ട് നല്ല കുട്ടികളായിട്ട് മുമ്പോട്ട് പോകണം. നിങ്ങളാരും ശരീരം മാത്രമേ നമ്മളെ തളർത്താൻ വേണ്ടി സാധിക്കൂ അല്ലേ? ആണ് അതാ മനസ്സ് വയസ്സായ ഇല്ലല്ല, മനസ്സങ്ങനെ വയസ്സാവില്ല. മനസ്സിനെ നമ്മൾ വയസ്സാക്കാതെ ഇരുന്നാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിനെ ചെറുപ്പമാക്കി നിർത്തുക. അവർ 25 വയസ്സൊക്കെ ആക്കി നിർത്തും. നടക്കും. മനസ്സിന് 25 വയസ്സ് ഞാൻ ആക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നൊക്കെ താഴെ ചാടിക്കുന്നത് ഇല്ലേ?
മനസ്സിനെ ഞാൻ 25 വയസ്സാക്കി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ കുഴി ഇവിടെ നിന്നുള്ള ഈ കുഴിയിൽ നിന്ന് ഞാൻ അപ്പുറത്തങ്ങ് ചാടാം, ഈ കയ്യാലയിൽ നിന്ന് ഞാൻ താഴെ ചാടാം എന്നൊന്നും വിചാരിച്ചിരിക്കട്ടെ, കാല കയ്യെ കുടിഞ്ഞു പോകും. നമ്മള് വയസ്സായ നമ്മൾ ചിന്തിക്കേണ്ട ഇനിയൊരുണ്ട്. നിങ്ങൾ കരുണാലയത്തിലൊക്കെ നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് വേണം ബാത്റൂമിൽ പോകാൻ, ശ്രദ്ധിച്ച് വേണം അതിനകത്ത് നടക്കാൻ. കയ്യിലൊക്കെ ഇട്ടാണെങ്കിൽ വെള്ളം കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തുടച്ചു മാറ്റി വേണം. ഇനിയൊരു വീഴ്ച നമുക്കുണ്ടായാൽ നമ്മൾ ചിലപ്പോ അതിൽ നിന്ന് റിക്കവർ ആകാൻ പാടായിരിക്കും, അല്ലേ? ഇനിയൊരു വീഴ്ച നമുക്കുണ്ടായാലോ, 65 വയസ്സ് 70 വയസ്സായ ആൾ വീണാൽ എന്ത് പറ്റും? നമ്മുടെ വീട്ടിലെ അമ്മൂമ്മയൊക്കെ ഉള്ളതല്ലേ, വീണാൽ വലിയ പാടാ. പിന്നെ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒറ്റ കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ, ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുക. നിങ്ങളോടൊപ്പം നമ്മളൊരു ടീം. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പുറകെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾ അല്ല, ഇവര് കൃത്യമായി ഇതുപോലുള്ള പ്രോഗ്രാമുകൾ പങ്കെടുപ്പിച്ച് ഇവർക്ക് കൃത്യമായി നിങ്ങളുടെ നാട്ടുകാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചില്ല എങ്കിൽ തന്നെയും നിങ്ങളുടെ സ്വന്തം അച്ഛനെയും അമ്മയും നിങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാവും. അതിനുള്ളൊരു മോട്ടിവേഷൻ ആവണം ഇതുപോലുള്ള ഓരോ പ്രോഗ്രാമുകളും, അല്ലേ? അവിടെ ബാക്കി ഇരിക്കുന്നവരൊക്കെ പരിപാടി പറ്റില്ല, സാധനത്തിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയും എല്ലാരും ഈ മൊബൈൽ ഇങ്ങനെ നോക്കരുത്. മൊബൈൽ ഇങ്ങനെ ഒരുപാട് നോക്കിക്കഴിഞ്ഞാല് ഒന്നേ കണ്ണിന്റെ ഈ 35-40 വയസ്സ് കഴിയുമ്പോൾ ജീവിതശൈലി വരെയാണ്. ഫുഡ് അടിക്കുന്നത് മൊത്തം വെളിയുന്ന ഉള്ള ഹോട്ടലിൽ എവിടെയും കയറി ഉള്ള ഫുഡ് മൊത്തം അടിച്ച് 35-40 വയസ്സാകുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ പിടിപെടും. ജീവിതശൈലി രോഗം പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം പോണത് കണ്ണ്, ഇതൊക്കെയാണ് ആദ്യം പോകുന്നത്. അതിന് മുമ്പേ നമ്മൾ ഇതിനെ സ്ട്രെയിൻ കൊടുക്കുകയാണ്. ഇങ്ങനെ അത്യാവശ്യമാണ് മൊബൈല്, എല്ലാം 24 മണിക്കൂർ ഇതിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ റെസ്റ്റ് കൊടുക്കണം. ഇനി അടുത്ത് വരാൻ പോണ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് കൂനി നടക്കുന്ന ആളുകളായിരിക്കും എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആളുകൾ എപ്പോഴും കുനിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കൂനി പോവും, കഴുത്തൊക്കെ കൂനി പോവും എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന വെച്ചാൽ ഉപയോഗിക്കണം. ഉപയോഗിക്കുന്നുണ്ട് വരെ പ്രശ്നമൊന്നുമില്ല. നല്ലതിന് വേണ്ടി ഉപയോഗിക്കും. ഇന്ന് മൊബൈൽ സംവിധാനത്തിലൂടെ രാജ്യത്തിന്റെ ഏത് ഭാഗത്തോടെ നമുക്ക് പോവാം. ഒരു പൈസ പോലും നേരത്തെ പോലെ എന്താ കിഴി കെട്ടി വെക്കണ്ട, ഒളിച്ചു വെച്ചുകൊണ്ട് പോകണ്ട. കൃത്യമായിട്ട് തന്നെ പൈസ നമ്മുടെ ബാങ്കിൽ കിടക്കും. ഏത് രാജ്യത്ത് പോയാലും നമുക്ക് മൊബൈൽ വഴി നമുക്ക് 10 രൂപയുടെ ചായ കുടിക്കണമെങ്കിൽ പോലും ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ ഇടയിൽ കുറെ ദോഷവശങ്ങളുണ്ട്. കുത്തിയിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതിന് ഗൂഗിൾ എടുക്കും, ഇൻസ്റ്റാഗ്രാം എടുക്കും, ഫേസ്ബുക്കിൽ കയറും, എല്ലാം ചെയ്യും, എല്ലാം കുത്തിപ്പറിച്ച് വെടിയിടും. ആ പരിപാടി നിർത്തുക. അതൊക്കെ നിർത്തിയതിന് ശേഷം നമ്മള് എന്താ പറയുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്, കുട്ടികളൊക്കെ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വയോജനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് പേരൊക്കെ പറഞ്ഞു. അവിടെ ഹോസ്പിറ്റലുകളിലൊക്കെ അവർ ഫ്രീ ചികിത്സ സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കുറേയൊക്കെ. നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തു വരുന്നവരുണ്ട്. 5 ലക്ഷം രൂപ എല്ലാവർക്കും 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും 5 ലക്ഷം രൂപ ഇൻഷുറൻസ് പദ്ധതിയാണ് മുഴുവൻ. ഞാനിവിടെ വാർഡിൽ മീറ്റിംഗ് വിളിച്ചാണ് ചേർക്കുന്നത്. 70 അതിന് മാനദണ്ഡമില്ല. കാശുള്ളവനും ചേർക്കാൻ, കാശില്ലാത്തവന് ആർക്കും 70 വയസ്സ് കഴിഞ്ഞാൽ ഫ്രീ ചികിത്സയാണ് 5 വർഷം. ഒരു വർഷത്തിൽ 5 ലക്ഷം രൂപ ചികിത്സ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇപ്പോ സർക്കാരിന്റെ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. വയോജനങ്ങളെ അങ്ങനെ കൊണ്ട് വൃദ്ധസദനത്തിൽ ഇടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും വയോജനങ്ങളെ കൊണ്ട് വൃദ്ധസദനത്തിൽ ഇടാം. അതൊക്കെ പണ്ടായി പോയി, ഇപ്പം പറ്റില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ, ഒരു മകൾ അച്ഛനെ അമ്മയും കൂടെ അടിച്ച് കയറ്റി കൂട്ടി പോയില്ലേ? ചെറുപ്പക്കാരൻ കൊച്ചി ചേർക്കണേ ജില്ലാ വിളിച്ചു പറഞ്ഞു തുറന്നു വിടാന്ന് പറഞ്ഞു. അകത്ത് കയറ്റി വെളി ഇറങ്ങി പോകാൻ പറഞ്ഞു. മാസത്തിൽ 3 മക്കളുണ്ട്. 3 പേരും കൂടെ 10,000 രൂപ വെച്ച് മാസം അമ്മയ്ക്ക് വെച്ചതിനെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇപ്പൊ തിരിച്ച് നമ്മൾ ഉള്ളതെല്ലാം കഷ്ടപ്പെട്ട് എഴുതി മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് 1 മാസത്തിനകത്ത് പെട്ടെന്ന് തീർപ്പാക്കുന്ന കോടതി നേരെ പോരും. അവസാനം കയ്യിലുള്ളതും കാണില്ല, കടിച്ചു പിടിച്ചതും കാണൂല, ഒന്നുമില്ലാതെ നിൽക്കേണ്ടി വരും മക്കൾക്ക്. പല അച്ഛന്മാരും അമ്മമാരും ചെയ്യുന്ന എന്താണ്, എന്റെ മക്കളെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ള രീതിയിൽ പിൻവലിയുകയാണ്, പുറകിലോട്ട് മാറുകയാണ്. ഞാൻ കഷ്ടപ്പെട്ടാലും വേണ്ടൂല, ഞാൻ വൃദ്ധസ്ഥാനത്ത് ചെന്ന് കിടന്നാലും വേണ്ടൂല, എന്റെ മകനും കൊടുത്ത് അവർ പേരക്കുട്ടികളൊക്കെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി പുറകിലോട്ട് പോകുന്ന അച്ഛനും അമ്മമാരുമാണ് ഇന്ന് നമ്മൾ കാണുന്നത്, ഇല്ലേ? മാനക്കേടല്ലേ? വെളിയിറങ്ങി മോനെ പോലീസ് പിടിച്ചോണ്ട് പോയി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് മാനക്കേടാണ്. അതുകൊണ്ടാണ് എല്ലാം സഹിച്ചും പുറത്തു ഇങ്ങനെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിയമങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. അവരോട്
പറയും വലിയ പോരൊക്കെ കാണിക്കുകയാണെങ്കിൽ മക്കളോട് പറയണം, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തരേണ്ടി വരും എന്നൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ ഇരിക്കുന്നവരോട് കേൾക്കാൻ വേണ്ടി പറയാണ്. അതുകൊണ്ട് അച്ഛനെ അമ്മയെ സംരക്ഷിക്കുക. ഇതുപോലുള്ള വൃദ്ധസദനങ്ങൾ ഇനി ഒന്നുപോലും തുറക്കാതിരിക്കാൻ വേണ്ടി ആവണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അതിനുവേണ്ടി നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനിയും ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെ ഉള്ള അവസരം ജഗദീശ്വരൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് മാനസികമായിട്ടും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിന് മുൻകൈയെടുത്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഫാദറും ശ്രീജയും അതുപോലുള്ള ടീമിനും ഒക്കെ എൻ്റെ ഹൃദയത്തിൽ തട്ടിയുള്ള അഭിനന്ദനങ്ങൾ ഞാൻ പറയുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു നാട്ടുകാരൻ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, എൻ്റെ സഹായം അഭ്യർത്ഥിക്കാം. ഞാൻ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാകും. കഴിഞ്ഞ വർഷം പറഞ്ഞാണ് ഞാൻ കൂടെ ഉണ്ടാകും. ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒട്ടനവധി സംഘടനകൾ ഞാൻ നാട്ടിൽ കൈകോർത്തുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ വൈസ്മാന്റെ ഒരു അംഗം കൂടിയാണ് ഞാൻ. ഏകദേശം 280ഓളം രാജ്യങ്ങളിൽ ശൃംഖലയുള്ള ഒരു സംഘടനയാണ് വൈസ്മാന്റെ ഒരു അംഗം കൂടിയാണ് ഞാൻ. നമുക്ക് ആ രീതിയിലുള്ള, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങനെയുള്ള ഒട്ടനവധിയായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുവാൻ വേണ്ടി സാധിക്കും. വേൾഡ് മലയാളി കൗൺസിലിന്റെ തന്നെ, റോട്ടറി ക്ലബിന്റെ ആയിരുന്നാലും ഒക്കെ ഒട്ടനവധി ആയിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ട്. ആ രീതിയിൽ നമുക്ക് സഹായിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധമായ ഭാഗ്യവും സൗഭാഗ്യവും സർവേശ്വരൻ തരട്ടെ എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സാറ് സംസാരിച്ചപ്പോൾ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചത്, ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിലെ നമ്മളിങ്ങനെ എല്ലാം ബുക്ക് ചെയ്തിട്ട് ഫൈനലിൻ്റെ ഏകദേശം അടുത്തെത്തിയപ്പോൾ പറഞ്ഞു നമുക്ക് കൊടുക്കാമോ, ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാമെന്ന്. അപ്പം ഞാനിങ്ങനെ കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു വേണ്ട, ദൈവം നമുക്കായിട്ട് അത് കരുതിക്കൊള്ളും, നമുക്കിത് മുന്നോട്ട് തന്നെ പോകാമെന്ന്. പക്ഷെ ഞാനിവിടെ വന്നിരുന്ന് ഒരു നിമിഷം സാറിങ്ങനെ അകത്ത് കയറി വരികയും സാറ് സംസാരിക്കാൻ തുടങ്ങിയപ്പം ഒരു വ്യക്തിയെ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. കാരണം 3 മാസം കൊണ്ട് ഞാൻ ആശ്രമത്തിൽ ഇപ്പൊ പോകുമ്പോഴും ഒന്ന് ചിരിക്കുകയോ ഒന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യാതിരുന്ന ഒരാളുടെ മുഖത്ത് പെട്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. നമ്മുടെ കുടുംബത്തിലെ ആരോ ഞങ്ങൾ കണ്ടു, അല്ലെങ്കിൽ എന്നെ ചേർത്ത് പിടിക്കാൻ ഒരാൾ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ സാറ് കയറി വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ ആ മുഖത്ത് വന്നത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ ഇന്നയോളം ഒന്ന് ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ എല്ലാത്തിനും ഇപ്പം എന്താ പറയുന്നത്, ഒത്തിരി നല്ല മുഖത്തിലൊരു പ്രസരിപ്പോടെ ഇരിക്കുന്ന ആ അങ്കിളിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ ചെയ്തത് ഒട്ടും വെറുതെ അല്ല, ഇതിന്റെ പിന്നിലും ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ പിന്നെ കൂടെ ഇതേപോലെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ ഇത് തുടക്കം ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെയോ ഒന്നും വെച്ച് തുടങ്ങിയ ഒരു കാര്യമല്ല. ഈ ആശ്രമത്തിൽ ഒരു ദിവസത്തെ ഫുഡും കൊണ്ടുപോയിട്ടാണ് ഇനി ഈ നിമിഷം വരെയും എന്നെ നടത്തിക്കൊണ്ട് പോകുന്നത്. അതിന്റെ പിന്നിൽ എനിക്ക് ഞാനെന്നൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്ത് ജീവിക്കേണ്ട ഒരാൾ പോലും അല്ല. അത്രയും എന്നെ ബേസ് ചെയ്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ എങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും സ്നേഹവും കരുതലുമാണ് എന്നെ ഈ നിമിഷം വരെ ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് 2 കാര്യങ്ങൾ വലിയൊരു ടാസ്ക്കാണ്. അത് എന്നെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷെ 2 കാര്യം ചെയ്യണമെന്ന് എനിക്ക് മനസ്സുകൊണ്ട് നല്ല ഒരു ആഗ്രഹമുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ഗ്രൂപ്പോട് തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 കുഞ്ഞുങ്ങളുണ്ട്. അതിൽ 2ഉം നല്ല പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളും നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ അവരുടെ ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ ഈ മഴവെള്ളം എല്ലാം വന്നിട്ട് ആ വീട്ടില് ഇങ്ങനെ അകത്തോട്ട് കയറി സിറ്റുവേഷനാണ്. പശുവുണ്ട്, പശുവിന്റെ ചാണകം. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും നല്ല അടച്ചുറപ്പുള്ള നല്ല വീട്ടിൽ കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത് എനിക്ക് വളരെയധികം വേദന തോന്നി. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് കുറേ ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ കിടന്ന അലട്ടുന്ന ഒരു കാര്യമാണ്. സാറിപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, അടച്ചുറപ്പുള്ള ആ പെൺകുഞ്ഞ്, കാരണം അത് പ്രായപൂർത്തിയാകാത്ത ഒരു ആയി വരുന്ന ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനൊരു 2 വർഷത്തിനകത്ത് വെച്ച് നമുക്ക് ഒരു അടുക്കളയും ഒരു റൂമും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഒത്തിരി താങ്ക്സ്. ജനുവായിട്ട് ഇതിൽ
ഒരു ഇതുമില്ലാതെ അറിയാലോ, എനിക്കെന്ന് പറഞ്ഞാൽ ഈ ലോകത്തൊന്നുമില്ല, ആകെ ദൈവത്തിന്റെ അടുത്ത് എത്തുക എന്നുള്ളത് മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. മാറന്തോട് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായ ബാലകൃഷ്ണൻ അവരുകൾ, ബഹുമാനപ്പെട്ട ഫാദർ, ബഹുമാനമുള്ള ഷീജ, മറ്റ് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ബഹുമാന്യരെ, സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരി സഹോദരങ്ങളെ, ഗുരുജനങ്ങളെ, എനിക്ക് നിങ്ങളെ കാണുവാനും ഇതിൽ പങ്കെടുക്കുവാനും അവസരം ലഭിച്ചത് നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റിന്റെ കാരുണ്യം കൊണ്ടാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ഭരണസമിതി എന്ന് പറയുന്നത് BJP, ദൈവം അനുഗ്രഹിച്ച് ഞാനിത് 25ാമത്തെ വർഷമാണ്. BJPയുടെ ഭരണമാണ്. അവർ 6 പേരുണ്ട്, കോൺഗ്രസിന്റെ 4 പേരുണ്ട്, CPM 2 ഉണ്ട്, CPI 1 ഞാനുണ്ട്. പക്ഷെ ഇതുവരെയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിന്റെ പേരിൽ വേറെ ഒരു വേർതിരിവില്ലാതെയാണ് ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കഴിയുന്നത്. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ പ്രസിഡന്റാണ്, ഞാനും പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ പ്രസിഡന്റാണ്, അത് നിങ്ങൾ അനുസരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാറില്ല. ഞങ്ങൾ 13 പേരും കൂട്ടായിട്ട് ആലോചിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് 25 വർഷം പൂർത്തീകരിച്ച് കഴിഞ്ഞു. എൻ്റെ ചേച്ചിയുടെ വാർഡിലെ ഒരു അംഗവും കൂടെയാണ്. ഏത് കാര്യത്തിനും എൻ്റെ ചേച്ചിക്ക് 2 പെൺമക്കളാണ്. എല്ലാ കാര്യത്തിനും എല്ലാ സഹായത്തിനും ഉണ്ട്. അവിടെ ആളായിട്ടുള്ള സഹായമാണ്. എന്നാലും പൈസപരമായിട്ടും ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് 2000 മുതലേ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇലക്ഷൻ വരുമ്പോൾ എൻ്റെ വാർഡിനകത്ത് പിന്നെ പ്രസംഗിക്കാൻ വരും. അത് ഈ ഇലക്ഷൻ സമയത്തേ ഉള്ളൂ. നമുക്കെതിരെ എന്തെല്ലാം പറയാൻ പറ്റുമോ അത്രയും പറഞ്ഞിട്ട് പോകും. എന്നാലും എവിടെ വെച്ച് കണ്ടാലും ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടപ്പിറപ്പ് പോലെ, എൻ്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ കാര്യങ്ങളെല്ലാം സംസാരിക്കും. അത്രയും പറഞ്ഞാൽ അത് പോകും. അതേപോലെയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഒരു ഫണ്ട് സർക്കാരിൽ നിന്ന് കിട്ടിയാലും ഉദാഹരണത്തിന് 10 ലക്ഷം കിട്ടുകയാണെങ്കിൽ 10 ലക്ഷം പേർക്കും തുല്യം പോലെ ഡിവൈഡ് ചെയ്താണ് തരുന്നത്. ഇനി ദൈവാനുഗ്രഹിച്ച് നമുക്ക് ഒരു 7 മാസം മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രവർത്തനം. ഏതെല്ലാം മേഖലകളിൽ നിന്ന് സഹായം കിട്ടുമോ ആ സഹായങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുകയാണ് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ഈ എൻ്റെ വാർഡിൽ ഒരു വർഷത്തേക്ക് മുമ്പ് ഒരു ഗംഗാധരൻ വാറവിളാകം വീട് ഈ വെള്ളറടെ എന്ന് പറയുന്ന സ്ഥലത്ത് ആ വയോജന മന്ദിരത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെ മക്കളൊക്കെ കൊണ്ടുപോയി നല്ല രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ നമ്മുടെ രവി ഒരു വർഷത്തേക്ക് മുമ്പേ കള്ളിക്കാട് ലോട്ടറി വിറ്റുകൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ്. കിട്ടുന്ന പൈസ കൊണ്ട് കൈയും കാലും എല്ലാം വിറച്ചാണ് നടന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട ഫാദറിന്റെ നേതൃത്വത്തിൽ ഈ നല്ലൊരു സംരക്ഷണം കിട്ടിയത് കൊണ്ടാണ് ഈ വിറയലെല്ലാം ഇപ്പം മാറിയിരിക്കുന്നു. മുഖമെല്ലാം നല്ല വീർക്കം ഉണ്ടായിരുന്നു, അതെല്ലാം മാറിയിരിക്കുന്നു. നല്ലൊരു ചെറുപ്പക്കാരനായി ഇപ്പം മാറിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ അച്ഛന്മാരും നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ സന്മനസ്സുള്ളവര് 100-ൽ ഒരാളായിരിക്കും. കോടികൾ ആസ്തിയുള്ള ആരും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുവാനോ പാവങ്ങളെ സഹായിക്കുവാനോ മുന്നോട്ട് വരികയില്ല. ഇപ്പം ബഹുമാനപ്പെട്ട ഫാദറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഷീജ എന്ന് പറഞ്ഞ അവരുടെ നേതൃത്വത്തിൽ അവർക്ക് ഒരു മനസ്സുണ്ട്. ആ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് ഇങ്ങനെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. ഞാനും ആരെന്തെങ്കിലും ഇതേപോലെ കിടക്കുന്ന രോഗികൾക്ക് ആരെങ്കിലും ജീവിക്കാൻ നിവൃത്തിയുള്ള ആൾക്കാരോടത്ത് ചെന്ന് ചോദിച്ചാണ്. എൻ്റെ വാർഡിൽ ധാരാളം കിടരോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, അവരെയൊക്കെ സഹായിച്ചുകൊണ്ട് നടക്കുന്നത്. അല്ലാതെ വേറെ ഒരു വരുമാനങ്ങളോ ഒന്നുമില്ല. നിങ്ങളെ പോലെ തന്നെ ഞാനും ഒരു വ്യക്തി 25 വർഷമായെങ്കിലും എനിക്ക് വസ്തുവോ വീടോ വേറെ ഒന്നുമില്ല. 2 പെൺമക്കളുണ്ട്, അവരെ അയച്ചു. അച്ഛനും ഉമ്മയും ഇല്ലാത്ത ഒരു മോനെ ഞാൻ വളർത്തുന്നു. അവൻ +2 കഴിഞ്ഞ് അവൻ ഫിസിയോതെറാപ്പി പഠിക്കാൻ പോവുകയാണ്. മകൾക്ക് കൊടുത്ത വീട്ടിൽ കൂടെയാണ് താമസിക്കുന്ന. ആളായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഏത് മേഖലയിൽ നിന്ന് എന്ത് കിട്ടിയാലും എല്ലാവരെയും ഞാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ ഭരണസമിതി 4.25 വർഷം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോവുകയാണ്. ഇനി ജനങ്ങളാണ് ഓരോരുത്തരെ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. കഴിവിന്റെ പരമാവധി കിട്ടുന്ന ഫണ്ടുകളെല്ലാം എഴുതി കൊണ്ട് പറയുന്നതല്ല, കിട്ടുന്ന പൈസകളെല്ലാം ഒരു പൈസ പോലും ലാപ്സാവാതെയും ഒരു പൈസ പോലും വകം മാറ്റി ചെലവഴിക്കാതെയാണ് നമ്മുടെ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി നേരത്തെ പറഞ്ഞുള്ള നമ്മളും പ്രാർത്ഥിക്കും, നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത വർഷവും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് കാണാം.
പ്രസിഡന്റിനോടൊപ്പം തന്നെ ആളായിട്ട് ഞാനും കൂടെ പോയി ഇറങ്ങി എന്തെല്ലാം സഹായം കിട്ടുമോ അതെല്ലാം നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് വീണ്ടും ധാരാളം ആൾക്കാരെ സഹായിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇങ്ങനത്തെ വൃദ്ധസദനങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മുടെ അച്ഛനെയും അമ്മയും, നമുക്കറിയാം നമ്മളെ പ്രസവിച്ച് വളർത്തിയ അച്ഛനും അമ്മയാണ്. നമ്മൾ കൊച്ചു പ്രസവിച്ച് കിടക്കുമ്പോൾ അതിന് മൂത്രം ഒഴിച്ച് തുണിയിലൊക്കെ ആകുമ്പോൾ നമ്മളെ അച്ഛനും അമ്മയാണ് നമുക്കത് മാറ്റി തരുന്നത്. നമ്മളെ അച്ഛനും അമ്മയും ഇപ്പൊ വയസ്സായപ്പോൾ നമുക്ക് ആർക്കും വേണ്ട. നമുക്കെല്ലാം എൻ്റെ അമ്മയും 13 വർഷം കൊണ്ട് രോഗിയായിട്ട് കിടക്കുകയാണ്. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു അമ്മയ്ക്ക് 5 പെൺമക്കളാണ്. ആരെയും നമ്മളെ അമ്മയെ ഒരിടത്തും കൊണ്ട് ഉപേക്ഷിക്കുന്നത്. അതേപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും നിങ്ങളെ നോക്കിയതുപോലെ നമ്മളെ അച്ഛനെ അമ്മമാരെ നോക്കണം. വയസ്സായ അവർക്ക് ജോലി ചെയ്യാനൊന്നും കഴിവ് കാണില്ല. ചിലപ്പോൾ അസുഖം ബാധിച്ചവരായിരിക്കും. അവരെ ആശുപത്രി കൊണ്ടുപോയി സംരക്ഷിച്ചാൽ നമുക്ക് ഒരു മനസാക്ഷി നിങ്ങളുടെ മനസാക്ഷിയോട് പറഞ്ഞ് നമ്മുടെ അച്ഛനെയും അമ്മയും ഈ കൂട്ടുകാരും നമ്മൾ പഠിക്കുന്ന മക്കള് അവരെ കൂട്ടുകാരടുത്തൊക്കെ കൂടെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെയുള്ള ഓരോ പരിപാടികളിൽ പങ്കെടുക്കണം. ഇതേപോലെ നമ്മുടെ ഫാദർ ഈ കൊച്ചുമക്കളെ കൂടെ പങ്കെടുപ്പിച്ച് ഈ പരിപാടി നടത്തുന്നത് കൊണ്ട് 10 കാര്യം പറയുമ്പോൾ 2 കാര്യമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ പതിച്ചിരിക്കും. അങ്ങനെ മറ്റുള്ളവരെ കൂടെ സഹായിക്കുവാനും വളർന്നു വരുന്ന തലമുറയാണ് നമ്മൾ ഇന്നാം നാളെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളർന്നു വരുന്ന തലമുറ യാതൊരു കാരണവശാലും നമ്മളെ അച്ഛനോ അമ്മയോ നമ്മളെ കൂടപ്പിറപ്പുകളെ ആരെയും ഉപേക്ഷിക്കാതെ ഇവർക്കൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തുവാൻ ദൈവം അനുഗ്രഹിച്ചതുപോലെ നമ്മളെ മക്കൾക്കും അമ്മമാർക്കും സഹോദരങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എന്നെ ക്ഷണിച്ചതിനും എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരെയാണ്. നമ്മുടെ ബാലകൃഷ്ണൻ സാറ് നമ്മളെ കൂടപ്പിറപ്പാണ്. ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ എവിടെ വെച്ച് കണ്ടാലും എല്ലാവരെയും ധാരാളം ജീവക്കാരൻ്റെ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ ചേച്ചി പറയും അവളുടെ ഭർത്താവിൻ്റെ 2 കണ്ണും കണ്ടുകൂടാതായിരുന്നു. അതിനെല്ലാം സഹായങ്ങളും ചെയ്ത ഒരു വ്യക്തിയും കൂടെയാണ്. അതുകൊണ്ട് വൈസ് പ്രസിഡന്റ് ഇനി അടുത്ത വർഷം മത്സരിക്കും. നമുക്ക് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വീണ്ടും വിജയിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമയം ഏറെ അധികമായി 2 അടുക്കുകയാണ്. ഞാൻ നിൽക്കുന്നില്ല. കൃത്യത എന്ന കൃത്യം നിറവേറ്റി തീർക്കാം. ആദ്യമായിട്ട് ഞാൻ കൃതജ്ഞത നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ സാറാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും. വളരെ ആശയപരമായ, വളരെ ഭയങ്കരമായ രീതിയിൽ നമ്മെ ഓരോരുത്തരെയും ത്രസിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗം വളരെ അദ്ദേഹത്തിലൂടെ ഇനി വരുന്ന കാലങ്ങളിൽ നമുക്ക് ഇവർക്കും ഉണ്ടായി കിട്ടുവാനായിട്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെയും ഈ സംഘടനയുടെ കൺവീനർ ഷീജ മേഡം, RCCയുടെ ഉള്ള എല്ലാവരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തിന് ഹൃദയമായ കൃതജ്ഞത. അടുത്തതായിട്ട് രണ്ടാമനല്ല എങ്കിൽ ഞാൻ ഒന്നാമനാക്കി പറഞ്ഞാണ് അദ്ദേഹമാണ് നമ്മുടെ ബാലകൃഷ്ണൻ സാറ്. രണ്ടാമനായിട്ട് പറഞ്ഞെങ്കിൽ ഒന്നാമനാണ്. അദ്ദേഹത്തിനും ഞാൻ എൻ്റെ കൃതജ്ഞത ഏർപ്പെടുത്തുകയാണ്. വളരെയധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം നിങ്ങൾ ഓർക്കും എന്ന് വിചാരിക്കുന്നു. അതുമായിട്ട് നമ്മുടെ ആശ്രമത്തിലെ ബ്രദർ സുപ്പീരിയർ അദ്ദേഹം ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് പണ്ട് മൊളോക്കയിലെ ഫാദർ ഡാമിയൻ നാം കുഷ്ഠരോഗികൾ എന്ന് പറയുന്നത് വരെ അദ്ദേഹം അവരെ ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷ അതിന് ഓർക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുകയും ഓരോരുത്തരെയും പിടിച്ച് കുളിപ്പിക്കാനും എടുക്കാനും തുടയ്ക്കാനും പെരുമാറുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു മടിയും. ആദ്യം അവിടെ പോകുമ്പോൾ എനിക്ക് തന്നെ വളരെ ഞാൻ പിന്നോട്ട് പോകുന്നു. ഇപ്പോഴും എനിക്ക് അത്ര തോന്നുന്നില്ല. എനിക്ക് പോകണമെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെയധികം ശ്ലാഘനീയമാണ്. അദ്ദേഹത്തെ ഈ കൂട്ടായ്മയിലോട്ട് വരുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായിട്ട് ശിവശിഷ്ടനാണ്. ആളും അർത്ഥവുമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്.
ഏകാന്തതയിൽ കുറ്റപ്പെട്ട് കഴിയുന്ന നമുക്ക് ഒരു ആരംഭമായിട്ട് തന്നെ അദ്ദേഹം അവർ പ്രവർത്തിക്കുന്നത് നല്ലതായിക്കൊണ്ട് ഈ വരുന്ന ആളുകളിൽ വളരെയധികം നല്ല പ്രോഗ്രാമുകൾ അതിൽ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിരിക്കുന്നു. അതായിട്ട് നമ്മുടെ RCC നിന്ന് 2 മഹത് വ്യക്തികളുണ്ട്. ശ്രീ സിസ്റ്ററും അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല, ഞാൻ ഓർത്തോളാൻ പറയേണ്ട സമയമില്ല. അവർക്കും ഞാൻ കൃതജ്ഞത പറയുന്നു. പിന്നെ മറ്റുള്ള നമ്മുടെ ആശ്രമത്തിലെ അപ്പച്ചന്മാരും അമ്മച്ചമാർക്കും മറ്റുള്ള സഹോദരന്മാർക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഈശ്വരൻ അനുവദിച്ചാൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് സന്തോഷകരമാണെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടെ ഒരു ടൂറ് പ്ലാൻ ചെയ്യാം ഡിസംബർക്ക് ആവുമ്പോൾ. അതോടൊപ്പം ഇന്ന് എന്നോടൊപ്പം നിന്ന് സഹകരിച്ച മാതാപിതാക്കള്, കുഞ്ഞുമക്കള് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഭംഗിയാക്കാൻ പറ്റുന്നത്. ഇനിയുള്ള സമയം നമുക്ക് ഒരുമിച്ച് ഫുഡും കഴിച്ചിട്ട് നെയ്യാട്ടം പറഞ്ഞ ഈ മനോഹര സ്ഥലം നമുക്ക് ചുറ്റിക്കറങ്ങി കണ്ട് സന്തോഷത്തോടെ മടങ്ങാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറട്ടെ. അപ്പോൾ വെൽക്കം ടു നെയ്യാർ ഡാം, ശിവാനന്ദ ആശ്രമം, കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡ്. അപ്പം നമ്മൾ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നെയ്യാർ ഡാം വെൽക്കംസ് യു. പോവല്ലേ, വലേ സൈഡ് കാർ പാർക്കിംഗ് ഏരിയ. അപ്പോൾ നേരെ അങ്ങോട്ട് വിടുക. ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കേണ്ടിയുണ്ട്. പാർക്കിംഗ് ഏരിയ വലത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. പിന്നെ നമുക്ക് ആ ടിക്കറ്റ് കൗണ്ടർ റേറ്റൊക്കെ നോക്കിയാൽ നെയ്യാർ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് റേറ്റ് ടൂറിസ്റ്റ് ഒരാൾക്ക് 10 രൂപ, ബൈക്കിന് 10 രൂപ, കാറിന് 25 രൂപ, ബസ്സിന് 50. സ്വിമ്മിംഗ് പൂൾ 1 മണിക്കൂറത്തേക്ക് 50 രൂപ, ക്യാമറയ്ക്ക് 50, ക്യാമറ വിത്ത് അഡീഷണൽ ലെൻസ് 500, പ്രൊഫഷണൽ വീഡിയോ ആണെങ്കിൽ 1000 രൂപ. സ്വിമ്മിംഗ് പൂൾ ഇറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് ജീവനക്കാരെ നിർദ്ദേശങ്ങൾ നിർബന്ധമായും പാലിക്കുക. പ്രവർത്തന സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ. ഒരാളിന് 1 മണിക്കൂർ നേരത്തേക്ക് 50 രൂപ. സ്വിമ്മിംഗ് പൂൾ ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ പൂൾ പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. ബാത്റൂമിൽ കുളിച്ചതിന് ശേഷമേ പൂളിൽ ഇറങ്ങാൻ പാടുള്ളൂ. സ്വിമ്മിംഗ് ഡ്രസ്സിൽ പൂളിൽ ഇറങ്ങുക. തോർത്ത് മുണ്ട് നൈറ്റീവ അനുവദിക്കുകയില്ല. സ്വിമ്മിംഗ് ഡ്രസ്സിലേ ഇറങ്ങാവൂ. എണ്ണ സോപ്പ് ഇവ ഉപയോഗിച്ച് പൂളിൽ ഇറങ്ങാൻ പാടില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പൂളിൽ ഇറങ്ങാൻ അനുവദിക്കില്ല. കുട്ടികൾക്കും പൂളിൽ ടിക്കറ്റ് നിർബന്ധമാണ്. രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമേ 10 വയസ്സിന് താഴെ കുട്ടികളെ നീന്തൽക്കുളത്തിൽ ഇറക്കുകയുള്ളൂ. നീന്തൽക്കുളത്തിൽ ഇറങ്ങുന്നവരുടെ സാധനങ്ങൾ അവരുടെ ഉത്തരവാദിത്വം സൂക്ഷിക്കുക. നഷ്ടപ്പെട്ടാൽ വകുപ്പ് ഉത്തരവാദിയില്ല. പൈസ, ഫോൺ, ഡ്രസ്, മറ്റ് സാധനങ്ങൾ തിങ്കൾ അവധി ദിവസം. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ സമയം രാവിലെ 10 തൊട്ട് 11, 11 തൊട്ട് 12, 12 തൊട്ട് 1 മണി. ഉച്ചയ്ക്ക് 2 തൊട്ട് 3, 3 തൊട്ട് 4, 4 തൊട്ട് 5. അപ്പോൾ ഇവിടെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. യെസ്, അവിടെ കൗണ്ടർ. അപ്പോൾ ഇതുവഴി ഇങ്ങനെ വരേണ്ടത്. അപ്പോൾ ഇതാണ് നെയ്യാർ ഡാം വെൽക്കംസ് യു. ആദ്യം കാണുന്നൊരു എന്താണ്, ഒരു പ്രതിമയുണ്ട്. ഈ റൈറ്റ്, യെസ് യെസ് യെസ്, എന്നതാണ്. ഓക്കെ, അപ്പോൾ മേലിലെ കാഴ്ചകളൊക്കെ കാണുക. ഡാം കാഴ്ചകളിലേക്ക് വീണ്ടും. ഇതേ കാണുന്ന ഡാം. നമുക്ക് അങ്ങോട്ട് നടക്കാം. കുറച്ച് കാഴ്ചകൾ കണ്ടു പോകുന്നതല്ലേ ബുദ്ധി. ഐ ലവ് നെയ്യാർ. അപ്പോൾ ഇതൊക്കെ നെയ്യാർ ഡാമിൻ്റെ ഉള്ളിലെ ഉദ്യാന കാഴ്ചകളാണ്. നമുക്കിനി നെയ്യാർ ഡാം കാണണം, വെള്ളച്ചാട്ടം കാണണം, കുറച്ച് പരിപാടിയുണ്ട്. സോ അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ നിന്ന് പാറക്കെട്ടി നിന്ന് ഇച്ചിരി വെള്ളം ഇങ്ങനെ ഫ്ലോ ആവുന്നുണ്ട്. ഇവിടെ ഒരു ഇരിപ്പിടമുണ്ട്. അപ്പോൾ കൊള്ളാം. ഈ ഡാമുകളിലെ വെള്ളത്തിനൊരു പ്രത്യേക സ്മെല്ലുണ്ട് കേട്ടോ.
ഡാമിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, ഒരു പ്രത്യേക സ്മെല്ലാണ് ആ വെള്ളത്തിന്. ഓക്കെ, ഞാൻ ഫോട്ടോ എടുക്കൂല. അയ്യോ അയ്യോ അയ്യോ. എനിക്ക് അറിയത്തില്ല. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, മറ്റൊരു വാർത്തയും വിശേഷവുമായി കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും ഷാഹിഫിന്റെ നന്ദി, നമസ്കാരം. ബൈ ബൈ.